ഹായ് ഫ്രണ്ട്സ്, SSC മലയാളി ചാനലിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ പ്രൊപ്പോർഷനിലെ ബാക്കിയുള്ള ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ 5 ടൈപ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ അഡീഷൻ, ഡിഫറൻസ് ആൻഡ് പ്രൊഡക്റ്റ് വരെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. Questions based on LCM and HCF ആണ്. Two numbers are in the ratio 4:5 and their LCM is 180. The smaller number is. അപ്പം ഈ 4:5 എന്നുള്ള റേഷ്യോന്റെ LCM എന്ന് പറഞ്ഞാൽ 4 × 5 20 ആണ്. അപ്പൊ 20 യൂണിറ്റിന് ഇക്വലന്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 180 ആണ്. ഒരു യൂണിറ്റ് ഇസ് ഈക്വൽ ടു 180/20 വിച്ച് ഇസ് 9. നമ്മളോട് ചോദിച്ചത് സ്മോളർ നമ്പറിന്റെയാണ്, അതായത് 4 പാർട്ടിന്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 9 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 36. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ratio of two numbers is 3:4 and their HCF is 15. Then the sum of the two numbers is 3 ഉം 4 ന്റെ HCF എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 1 യൂണിറ്റിന്റെ വാല്യൂ 15 തന്നിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് 7 യൂണിറ്റിന്റെയാണ്. 7 യൂണിറ്റിന്റെ 105 ആയിരിക്കും. 15 × 7 105 ആയിരിക്കും. ഇനി അടുത്ത ടൈപ്പാണ് finding the sum or difference or product of numbers where some changes has been done in the given ratio. Okay, the ratio of the numbers of boys and girls of a school with 504 students is 13:11. What will be the new ratio if 12 more girls are admitted? ബോയ്സും ഗേൾസിന്റെയും റേഷ്യോ ആണിത്. ഓക്കെ, അപ്പം ഈ ബോയ്സ് പ്ലസ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 13 + 11 ചെയ്താൽ 24 കിട്ടും. 24 യൂണിറ്റിന്റെ വാല്യൂ ആണ് 504 തന്നിരിക്കുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് എത്രയാ? 21 വരും. ഓക്കെ, അപ്പം പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 12 ഗേൾസിനെയും കൂടി ആഡ് ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പം അപ്പോഴുള്ള റേഷ്യോ എന്തായിരിക്കും? ഈ റേഷ്യോനെ 21 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കറക്റ്റ് നമ്പർ കിട്ടും. അപ്പൊ എത്ര വരിക? 21 × 13 എന്ന് വെച്ചാൽ 20 × 13 is 260 + 13 273 is to 21 × 11 is 231. ഓക്കെ, ഇതിലേക്ക് 12 ഗേൾസിനെയും കൂടി ആഡ് ചെയ്താൽ 273 is to 243 കിട്ടും. അപ്പൊ ഇവര് 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ 91 is to 81 കിട്ടും. അപ്പം അതാണ് ആൻസർ. ഓക്കെ, ഇതില് വേറൊരു കാര്യം നമുക്ക് നോട്ടീസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാല് ബോയ്സ് ഇസ് ടു ഗേൾസിന്റെ റേഷ്യോയില് ബോയ്സ് സെയിം തന്നെയാണല്ലോ, ബോയ്സ് കോൺസ്റ്റന്റ് തന്നെയാണല്ലോ. അപ്പൊ ബോയ്സിന്റെ നമ്പറിന്റെ മൾട്ടിപ്പിളില് എന്ത് തന്നെയായാലും 13 എന്നുള്ളൊരു ഫാക്ടർ കാണും. ഓക്കെ, അപ്പൊ ഇതില് 13 എന്ന ഫാക്ടർ വരുന്ന ഏത് ഓപ്ഷൻ എന്ന് നോക്കിയാൽ മതിയായിരുന്നു ആദ്യം തന്നെ. എക്സാം സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്സ് ഫോളോ ചെയ്യാം. What must be added to each term of the ratio 7:11 so as to make it equal to 3:4? അപ്പം 7:11ലേക്ക് എന്തോ സാധനം ആഡ് ചെയ്തപ്പോഴാണ് 3:4 വന്നത്. അപ്പം ഈ റേഷ്യോന്റെ 2 പോർഷനിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് ഈക്വലി ഇൻക്രീസ് ആവുകയാണ് അല്ലെ? പക്ഷെ ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കണ്ടേ? സെയിം നമ്പേഴ്സ് ഇതിൽ ആഡ് ചെയ്താലും അതിന്റെ ഇനീഷ്യൽ ഡിഫറൻസും ഫൈനൽ ഡിഫറൻസും സെയിം ആയിരിക്കണമല്ലോ. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4, ഇവിടുത്തെ ഡിഫറൻസ് 1 ആണ്. നമുക്ക് ഇതിനെയും 4 ആക്കാം. അപ്പൊ എന്താ ചെയ്യാ? ഈ ടേം × 4 ചെയ്താല് 12:16 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി 7 നിന്ന് 12 എത്തണമെങ്കിൽ എത്ര ആഡ് ചെയ്യേണ്ടത്? 5 ആണല്ലോ ആഡ് ചെയ്യേണ്ടത്. സിമിലർലി 11 നിന്ന് 16 എത്തണമെങ്കിലും
5 തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ നമ്പർ എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Ram got twice as many marks in English as in science. Okay, English and science 2:1. His total marks in English, science and maths are 180. So maths എന്നുള്ള സബ്ജക്റ്റും കൂടി ഉണ്ട്. ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ആണ്. If the ratio of his marks in English and maths is 2:3, 2:3 ആണ് ഇംഗ്ലീഷ് മാത്സിന്റെ റേഷ്യോ. What is his marks in science? സയൻസിന്റെ മാർക്കാണ് അറിയുന്നത്. അപ്പൊ അത് 2:1:3 തന്നെയാണ് റേഷ്യോ. ഇതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 180 തന്നിട്ടുണ്ട്. അപ്പൊ 1 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 30. അപ്പം സയൻസ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് ഇസ് 30. ഓക്കെ, അപ്പൊ സയൻസിന്റെ മാർക്ക് ഇസ് 30. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The average of 11 numbers is 36, whereas average of 9 of them is 34. If the remaining two numbers are in the ratio 2:3, find the value of the smaller number. Okay, between remaining two numbers. Okay, 11 numbers ഉണ്ട്. അവരുടെ ആവറേജ് 36 ആണ് തന്നിട്ടുണ്ട്. ഈ 11ല് 9 നമ്പേഴ്സിന്റെ ആവറേജ് 34 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി 2 നമ്പേഴ്സ് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി എയും ബിയും. ഓക്കെ, ഈ എയും ബിയും എന്ന് പറഞ്ഞാല് ഇവിടെ ഈ 9 നമ്പേഴ്സും ആവറേജ് 34 ആണെങ്കിൽ ഇവിടെ ഒരു 2ന്റെ കുറവില്ലേ? ശരിക്കും 36 ആയിരിക്കും അവന്റെ ആവറേജ്. ഈ 9 നമ്പേഴ്സിന് 34 ഉള്ളൂ. അപ്പൊ ഒരു 36 മൈനസ് 34 2 എന്നുള്ളൊരു 2 നമ്പേഴ്സിന്റെ കുറവ് എവറി നമ്പറിലുണ്ട്. അതായത് ഇതിന് സമ്മിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 18 കുറവായിരിക്കും ആവറേജിനെക്കാട്ടിലും. ഓക്കെ, അപ്പം നമ്മുടെ ഈ എയും ബിയും എന്നുള്ള നമ്പേഴ്സിൽ ഈ 18 ആഡ് ചെയ്താലല്ലേ അഗ്രിഗേറ്റ് ആവറേജ് എടുക്കുമ്പോൾ, അതായത് 11 നമ്പേഴ്സിന്റെ ആവറേജ് എടുക്കുമ്പോഴും 36 കിട്ടുക. അപ്പൊ നമുക്കറിയാം എയും ബിക്കും 36 ഈച്ച് എന്തായാലും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ 18 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയാ വരിക? 72 18 സം ചെയ്താൽ 90 വരും. നമുക്കറിയാം A:B റേഷ്യോ 2:3 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 90, 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 18. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്മോളർ നമ്പർ ആണ്. 2 യൂണിറ്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 36 വരും. ഓക്കെ, ഈ ആവറേജിന്റെ ഈ ഒരു കോൺസെപ്റ്റ് പിന്നീടുള്ള സെഷൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ആവറേജ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചാപ്റ്ററിൽ എങ്ങനെയാ യൂസ് ചെയ്യണതെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ അലിഗേഷൻ ആൻഡ് മിക്സ്ചർ. Zinc and copper are in the ratio 5:3 in 200 gram of an alloy. How much grams of copper is to be added to make the ratio as 3:5? അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് സിങ്കും കോപ്പറും 5:3 ആണ് റേഷ്യോ എന്ന്. ഇവര് 200 ഗ്രാം ആണ് ടോട്ടൽ ഉള്ളത്. ഹൗ മച്ച് ഗ്രാം ഓഫ് കോപ്പർ ഹാസ് ടു ബി ആഡഡ്? അപ്പൊ കോപ്പറിൽ എത്ര ആഡ് ചെയ്താലാണ് 3:5 എന്നുള്ള റേഷ്യോ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ മനസ്സിലായി സിങ്കിന്റെ കോൺസെൻട്രേഷൻ മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 ഭാഗത്തും സിങ്കിനെ കോൺസ്റ്റന്റ് ആക്കാം. അപ്പൊ ഈ ഭാഗത്ത് കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ, ഇനീഷ്യലി കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ × 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫൈനലിൽ കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ × 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇത് എത്ര വരിക? 15:9 വരും. ഇവിടെ എത്ര വരിക? 15:25 വരും. ഓക്കെ, അപ്പം ഈ സംഭവം ഒന്ന് വൃത്തിക്ക് എഴുതട്ടെ. 15:9 15:25. പിന്നെ അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഇതിന്റെ ഇനീഷ്യലി നമുക്ക് 200 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി 200 ഡിവൈഡഡ് ബൈ 24 ആണ് ഒരു യൂണിറ്റിന്റെ വാല്യൂ. പിന്നെ 9 ഉള്ളത് കോപ്പർ ഇനീഷ്യലി 9 ആയിരുന്നു, അത് ഫൈനൽ ആയപ്പോഴത്തേക്ക് 25 ആയി. അപ്പം എത്ര കൂടി? 16 യൂണിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഇസ് 200 ഡിവൈഡ് ബൈ
24 into 16. ഇതിന് 3ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 400/3 എന്ന് പറഞ്ഞാൽ 133 1/3 ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In an alloy, the ratio of copper and zinc is 5:2. If 1.250 kg of zinc is mixed in 17 kg 500 gram of alloy, then the ratio of copper and zinc will be. Copper ആണ് zinc ആണ് 5:2 ആണ് ratio. 1.250 kg of zinc ആണ് മിക്സ് ചെയ്തിരിക്കുന്നത് എന്തില്. അപ്പൊ ഇതിൽ ഇനീഷ്യലി 17.5 kg ഉണ്ടായിരുന്നു. ഇതില് 1.25 kg ആഡ് ചെയ്തതാണ് സിങ്ക്. ഓക്കെ, അപ്പം ഫൈനലിൽ കോപ്പറും സിങ്കിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 17.5 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ കിട്ടുമല്ലോ. ഈക്വൽസ് എത്രയാ? 2.5 വരും. ഓക്കെ, ഈ 2.5 into 5 ചെയ്താൽ 12.5 കിട്ടും. ഇവിടെ 5 വരും. ഈ 5ലേക്ക് 1.25 ആഡ് ചെയ്താൽ 6.25 ആണല്ലോ. ഇത് 1.25 തന്നെയായിരിക്കും. അപ്പം ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ratio of income of two persons is 5:3 and that of the expenditures is 9:5. If they save 2,600 and 1,800 respectively, their incomes are. നമുക്കറിയാം ഇൻകം ഇസ് ഇക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണെന്ന്. ഇതൊന്ന് രണ്ട് ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. ഇങ്ങനെ 5i എന്നാണ് എടുക്കുന്നത്. 5i is to 3iയും 9e is to 5e ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഓക്കെ, അപ്പം നമുക്ക് സേവിങ്സ് 2,600 ആണ് തന്നിട്ടുണ്ട്. 5i minus 9e equals 2,600. ഇത് ഫസ്റ്റ് ആളുടെയും 3i minus 5e equals 1,800 എന്ന് സെക്കൻഡ് ആളുടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇൻകം ആണ്. ഐന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇൻകം കിട്ടും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം. ഇതിനെ ഇൻറ്റു 5ഉം ഇതിനെ ഇൻറ്റു 9ഉം ചെയ്താൽ എന്താ പറയുക, 25i മൈനസ് 27i, അതായത് 2i ഈക്വൽസ് 18 into 9 is 162 minus 26 into 5 is 130. ഓക്കെ, ഇതിന് കൂടെ 2 0 കൂടി ഉണ്ട്. സോറി, എഴുതാൻ വിട്ടുപോയി. ഓക്കെ, അപ്പൊ ഇത് 3200 വരും. അപ്പം അതിന്റെ വാല്യൂ ഇസ് 1600. നമുക്ക് തന്നത് 5:3 എന്നുള്ള റേഷ്യോയിലായിരുന്നു. അപ്പം 8,4800 വരും. ഇത് ഒരു മെത്തേഡ്. ഇനി നമുക്ക് വേറൊരു മെത്തേഡ്, ഈ ഇക്വേഷൻസ് ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിന് പകരം വേറൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും. അത് ഈസിയാണ്, പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിരിക്കും. ഓക്കെ, ഇനീഷ്യലി 5:3 ആണ് നമ്മുടെ ഇൻകം. എക്സ്പെൻഡിച്ചർ ഇസ് 9:5. സേവിങ്സ് തന്നിരിക്കുന്നത് റേഷ്യോയിൽ എഴുതണ്ട, ആ വാല്യൂ തന്നെ എഴുതാം. എന്നിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? 27 minus 25. 27 minus 25 എഴുതാം. ഇതിന്റെ വാല്യൂ 2 വരും. ഇതുപോലെ 18 into 9 162. 26 into 5 130. Okay, ഇവരുടെ ഡിഫറൻസ് 3200 is equal to ഈ 2 യൂണിറ്റ്. 2 യൂണിറ്റിന്റെ വാല്യൂ 3200. ഇതിലെ 1 യൂണിറ്റ് റെഫർ ചെയ്യുന്നത്
നമ്മൾ ഫസ്റ്റ് എഴുതിയ ഈ ടേമിനെയാണ്. ഓക്കെ, അപ്പം ഈ ടേം എന്ത് വരും? 8,000 48,000. ഓക്കെ, ഇതിപ്പം ഇത്രയൊക്കെ എഴുതുന്നോണ്ടാണ് വലുതാണ് ഇതിനെ സോൾവ് ചെയ്യണത് ഈസി എന്ന് തോന്നുന്നത്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു മെത്തേഡ് ഒരുപാട് ടൈം സേവ് ചെയ്യും. ഇതിപ്പോ എല്ലാ ഡീറ്റെയിൽസും എഴുതുന്നോണ്ടാണ്. കുറെ ഇപ്പൊ നമ്മൾ ഓവർ ദ പീരിയഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പല നമ്പേഴ്സും നമ്മൾ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്ര എഴുത്തൊന്നും വരൂല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The monthly income of two persons are in the ratio 2:3 and the monthly expenses are in the ratio 5:9. If each of them saves 600 per month, then their monthly incomes are. ഇതിൽ ഞാൻ രണ്ട് മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻസ് പ്ലസ് സേവിങ്സ്. അപ്പൊ ആദ്യം ഇൻകമിന്റെ റേഷ്യോ 2y:3i, പിന്നെ എക്സ്പെൻസിന്റെ റേഷ്യോ 5e:9e. 600 പെർ മന്ത് രണ്ടാളും സേവ് ചെയ്യുന്നുണ്ട്. അപ്പം 2i minus 5e equals 600 and 3i minus 9e is equal to 600. അപ്പം നമുക്ക് ഇൻകമിന്റെ വാല്യൂ ആണ് വേണ്ടത്, ഐ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ടേമില് ഇൻറ്റു 9 ചെയ്യുക, ഈ ടേമിൽ ഇൻറ്റു 5 ചെയ്യുക. അപ്പൊ എന്താ ഉണ്ടാവുക? 89 minus 59 3i is equal to 54 minus 30 2400. അപ്പൊ അതിന്റെ വാല്യൂ വിൽ ബി 800. അപ്പൊ ആ റേഷ്യോയില് ഇട്ട് കൊടുക്കുക, ഇവിടെ ഇട്ട് കൊടുക്കുക. 1600 and 2400. അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഇൻകമിന്റെ റേഷ്യോ ഇസ് 2:3, എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ഇസ് 5:9. 600 തന്നെയാണ് സേവിങ്സ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ് എടുക്കുക. 18 minus 15 is 3 യൂണിറ്റിന്റെ വാല്യൂ ഇസ് ഇത് എത്രയായത്? 30 minus 54 is 2400. 1 unit will be 800. ഓക്കെ, അപ്പൊ ഈ 800 എന്നുള്ളത് ഈ 1 യൂണിറ്റിന്റെ ഈ വാല്യൂ ഈ ഇനീഷ്യൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ വാല്യൂ ആണ്, അത് മറക്കരുത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പം 1600 2400. ഇനി അടുത്ത ടൈപ്പ് നോക്കാം. Questions based on coins and rupees. A bag contains rupees 90 in coins of denominations of 50 paise, 25 paise and 10 paise. If coins of 50 paise, 25 paise and 10 paise are in the ratio 2:3:5, then the number of 25 paise coins in the bag is. അപ്പം നമുക്കറിയാം amount is equal to denomination into number of coins ആണെന്ന് അല്ലെ. അപ്പം ഇതിൽ നമുക്ക് എന്തൊക്കെ ഡിനോമിനേഷനാണ് തന്നിരിക്കുന്നത്? 50 പൈസ, അതായത് എല്ലാ റുപ്പീസിന്റെ ടേംസിലാണ് എഴുതുന്നത്. ഹാഫ് റുപ്പി, 1/4 of rupee and 1/10 of a rupee. Okay. If coins of 50 paise, 25 paise and 10 paise are in the ratio 2:3:5, അപ്പം നമുക്ക് നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 2:3:5 ആണെന്ന്. അപ്പൊ നമുക്ക് എമൗണ്ട് എന്നുള്ളത് അത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. എമൗണ്ട് എന്നുള്ളത് ഇതിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പം 1 3/4 ഇവിടെ 4:3:2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം 4:3:2 സം എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 90, 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 10. ഓക്കെ, നമുക്ക് എന്താ കണ്ടിരിക്കേണ്ടത്? നമ്പർ ഓഫ് 25 paise കോയിൻസ് ഇൻ ദ ബാഗ്. നമുക്ക് അറിയേണ്ടത്
ഓക്കെ. അപ്പം അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30 ആണേ അല്ലെ. 1 യൂണിറ്റ് 10 ആണെങ്കിൽ ഇവിടെ 30 വന്നു. ഓക്കെ. ഇനി നമുക്ക് നമ്പർ ഓഫ് കോയിൻസ് കിട്ടണമെങ്കിൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഡിനോമിനേഷൻ ചെയ്താൽ മതിയില്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എമൗണ്ട് 30 കിട്ടിയിട്ടുണ്ട്. ഡിനോമിനേഷൻ ഇസ് 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 120. അപ്പൊ 120 കോയിൻസ് ഉണ്ട്. 25 പൈസന്റെ 120 കോയിൻസ് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A box contains 420 coins in rupee, 50 paise and 20 paise coins. The ratio of their rupee values being 13:11:7. The number of 50 paise coins is. Okay, appa namukku denomination 1:1/2:20 paise 1/5 ആണ്. Okay, ഇത് denomination. Number of coins നമുക്ക് തന്നിട്ടില്ല, നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. എമൗണ്ടിന്റെ റേഷ്യോ 13:11:7. ഞാൻ ഇവിടെ ഈ നമ്പർ ഓഫ് കോയിൻസിന്റെ വാല്യൂ വേരിയബിൾസ് അസ്യൂം ചെയ്യാണ്, എ ബി സി എന്നുള്ളത്. ഓക്കെ. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് 50 പൈസ കോയിൻസ് ആണ്. 50 പൈസ കോയിൻസ്. അപ്പൊ നമുക്ക് ബിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതില് എ പ്ലസ് ബി പ്ലസ് സിന്റെ വാല്യൂ 420 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് എ ബി സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്പർ ഓഫ് കോയിൻസ് കിട്ടണമെങ്കിൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഡിനോമിനേഷൻ ചെയ്താൽ മതി. അപ്പം എ ഇസ് ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 1. അല്ലെങ്കിൽ അതിന് മുന്നേ ഈ 1:1/2:1/5 നമുക്ക് ഒന്നും കൂടി വൃത്തിക്ക് എഴുതാം. അപ്പം 10 എൽസിഎം എടുത്താൽ 10:5:2 ആവും. ഓക്കെ. അപ്പം എന്റെ വാല്യൂ 13 ഡിവൈഡഡ് ബൈ 10. ബിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 11 ഡിവൈഡഡ് ബൈ 5. സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ഡിവൈഡഡ് ബൈ 2. ഇതില് പിന്നെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എ പ്ലസ് ബി പ്ലസ് സി ഇസ് 420 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ആ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇതിന്റെ സം എടുത്താല് 10 തന്നെയായിരിക്കും എൽസിഎം. അപ്പൊ 13 പ്ലസ് 22 പ്ലസ് 35 which is equal to 70. ഈ 7ന്റെ വാല്യൂ 420 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ ഇസ് 60. ഓക്കെ. ഇനി നമുക്ക് ഈ നമുക്ക് ബിന്റെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ബി ഇസ് 11/5. 11/5 ഇൻറ്റു 60 ചെയ്താല് ഇത് ക്യാൻസൽ ചെയ്ത് 12 ആവും. 132 വരും. അതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ടൈപ്പ് നോക്കാം. If a sum of money is to be divided among A, B, C such that A's share is equal to twice B's share and B's share is 4 times C's share, then their shares are in the ratio. അപ്പം A's share is equal to twice B's share എന്ന് തന്നിട്ടുണ്ട്. അപ്പം എയും ബിയും സിയും ഉണ്ടല്ലോ, 2:1 ആണ് റേഷ്യോ. ആൻഡ് B's share is 4 times C's share. 8:4:1 ആയിരിക്കും റേഷ്യോ. ഓക്കെ. ഇതിപ്പോ ഇങ്ങനെ എഴുതി നോക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ ക്വസ്റ്റ്യൻ വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും സി ആണ് ഏറ്റവും ലീസ്റ്റ് വരിക. ആ ഓപ്ഷൻസ് പിക്ക് ചെയ്തിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കി ചെക്ക് ചെയ്താലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. By mistake, instead of dividing 117 among A, B and C in the ratio 1/2:1/3:1/4, it was divided in the ratio 2:3:4. Who gains the most and by how much? അപ്പം ഈ റേഷ്യോനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം.
LCM 12 ആയിരിക്കും, ഡിനോമിനേറ്ററിൽ LCM 12 ആയിരിക്കും. അപ്പം 6:4:3 വരും. ഓക്കെ, ഇത് ഇനീഷ്യലി ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ ആയിരുന്നു, ബട്ട് ഡിവൈഡ് ചെയ്തത് ഈ ഒരു റേഷ്യോയിലാണ്. ഓക്കെ, അപ്പം ഇതിന്റെ സമ്മ എത്രയാ? 13. ഇതിന്റെ സമ്മ 9 ആണ്. അപ്പം ഇതിന്റെ രണ്ടും സം 117 അല്ലേ, അത് ഈക്വൽ ആണ്. അപ്പം ഇതിന് ഇൻറ്റു 9, ഈ ഒരു ഇക്വേഷന് ഇൻറ്റു 9 ചെയ്യാം, ഈ ഒരു ഇക്വേഷന് ഇൻറ്റു 13 ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 54:36:27. ആൻഡ് ഈ റേഷ്യോനെ നമുക്ക് 13 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 26:39:52 വരും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്തത് ആരാ? സി ആണല്ലോ അല്ലെ. എത്ര? 27 52 ആയി, അതായത് 25 കൂടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Rupees 3400 is divided among A, B, C, D in such a way that the share of A and B, B and C, C and D may be 2:3, 4:3 and 2:3 respectively. The sum of shares of B and D is. അപ്പം A, B, C, D ഉണ്ട്. 2:3, 4:3, 2:3 ആണ് തന്നിരിക്കുന്നത്. അങ്ങനത്തെ കേസിൽ ഇതിന് ഒറ്റൊരു സിംഗിൾ റേഷ്യോ രീതിയിൽ എഴുതണമെങ്കിൽ ഈ എല്ലാത്തിൻ്റെയും ഈ വേക്കൻ്റ് ആയിട്ടുള്ള സൈഡിൽ എഴുതാം. ഇൻറ്റു 4 വെച്ചിട്ട് ഇൻറ്റു 2 ഈ സൈഡിൽ ഇൻറ്റു 3 ഇവിടെയും ഇൻറ്റു 3 ചെയ്യും. അപ്പം ഇത് 16, ഇത് 12, 24, ഇത് 9 into 18, ഇത് 9 into 27. ഓക്കെ, ഇവരുടെ സം എത്രയാ വരിക? 16, 24, 40 plus 18, 58, 27 is 85. 85 യൂണിറ്റിന്റെ വാല്യൂ 3400 തന്നിട്ടുണ്ട്. അപ്പം ഒരു യൂണിറ്റിന്റെ വാല്യൂ 40 ആയിരിക്കും. നമുക്കറിയേണ്ടത് ബി പ്ലസ് ഡിന്റെ വാല്യൂ ആണ്. ബി പ്ലസ് ഡി. അപ്പൊ ബി പ്ലസ് ഡി എത്രയാ? 51 ആണ്. 51 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 51 into 40 which is equal to 2040. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ടൈപ്പ് മിസ്സെലേനിയസ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. In an examination, the number of those who passed and the number of those who failed were in the ratio 25:4. If 5 more had appeared and the number of failures was 2 less than earlier, the ratio of passers to failures would have been 22:3. The total number who appeared at the examination is. ഇതില് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എക്സാമിന്റെ സമയത്ത് അപ്പിയർഡ് എത്ര പേരാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇനീഷ്യലി നമുക്ക് 25:4 പാസ് ആൻഡ് ഫെയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ 29ന്റെ അതിന്റെ സം ആയിരിക്കും അപ്പിയർ ചെയ്തത്. അപ്പം 25 + 4 29ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. അപ്പൊ ഇതിൽ നമുക്ക് ഡയറക്ട്ലി തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ പിക്ക് ചെയ്യാം. ഇതല്ലാത്ത പ്രോപ്പർ മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ പാസ്സായതും ഫെയിൽ ആയതും 25:4 ആണ് റേഷ്യോ. ഇതില് 5 മോർ ഹാഡ് അപ്പിയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോട്ടൽ എത്രയായിരിക്കും? ഇതിന്റെ ഇനീഷ്യലി ഇൻറ്റു എക്സ് എടുക്കുന്നുണ്ട്. അപ്പൊ 9x + 5 ആയിരിക്കും ഇപ്പൊ പുതുതായിട്ട് ടോട്ടൽ അപ്പിയർ ചെയ്ത ആൾക്കാർ. ഓക്കെ, ആൻഡ് ഫെയിലിയർ 2 ലെസ് ആയിരുന്നെങ്കിൽ 4x - 2 ആണ് ഇപ്പോഴത്തെ ഫെയിലിയർ എന്നെങ്കിൽ റേഷ്യോ ഓഫ് പാസസ് ടു ഫെയിലിയേഴ്സ് വുഡ് ഹാവ് ബീൻ 22:3. അപ്പം ഫെയിലിയേഴ്സ് ഇത്ര, ടോട്ടൽ ഇത്രയാണെങ്കിൽ പാസസ് എത്രയാണ്? 29 - 24, 25x + 7 ആയിരിക്കും അല്ലെ പാസസ്. അപ്പം
25x plus 7 divided by 4x minus 2 is equal to 22 by 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എക്സിന് വേണ്ടി ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഈക്വൽസ് 88x minus 44. അപ്പം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ 13x equals is equal to 5. Okay. The total number who appeared at the examination is x 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 29 initially 25 plus 4 29 ആണ് initially appear ചെയ്തിരിക്കുന്നത്. 29x ന്റെ value is 29 into 5 which is 140. ഇതാണ് proper method. Okay. ഇനി next question നോക്കാം. A and B together have 158. C has 101 less than what A and B together have, and B has 23 more than C. The amount of A is. നോർമൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ സോൾവ് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഓക്കെ, എ പ്ലസ് ബി 158 ആണ് തന്നിട്ടുണ്ട്. സിക്ക് എ പ്ലസ് ബിനെക്കാട്ടിൽ 101 കുറവാണ്. 158 മൈനസ് 101 വിച്ച് ഇസ് ഈക്വൽ ടു 57 ആണ്. ഓക്കെ, ആൻഡ് ബി ഹാസ് 23 മോർ ദാൻ സി. 57 plus 23 is 80. അപ്പം എ എത്ര വരിക? അത് ഈ ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ. 158 minus 80 is 78. Okay. Next question നോക്കാം. A policeman starts to chase a thief. When the thief goes 10 steps, the policeman moves 8 steps. 5 steps the policeman is equal to 7 steps of thief. Okay. Policeman and thief ആണുള്ളത്. Okay. When the thief goes 10 step എടുത്താൽ policeman moves 8 step. 5 step of policeman is equal to 7 step of thief. The ratio of speed of policeman and the thief is ഇതിന്റെ multiply ചെയ്യാം. 28 is to 25. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In an army selection, the ratio of selected to unselected candidates was 4:1. If 90 less had applied and 20 less were selected, the ratio of selected to unselected candidates would have been 5:1. How many candidates had applied for the process? Initially 4:1 ആണ് selected unselected. 90 less applied. അപ്പോൾ 4x ഇത് ഇൻറ്റു എക്സ് ആണ്. അസ്യൂം ചെയ്യണ നമ്പർ 4x minus 90 and 20 less were selected. 4 അല്ല, ഇവിടെ 5x ആണ്. ഇവിടെ 5x ആണ്. 4x minus 20 selected. The ratio of selected to unselected would have been. അപ്പം ഇവിടുന്ന് നമുക്ക് അൺസെലക്റ്റഡിന് എങ്ങനെ കിട്ടുക? 5x minus 90 minus 4x plus 20. അപ്പം minus 70 കിട്ടും. ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാല് 5:1 ആണ്. അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്സിന്റെ വാല്യൂ എന്താണെന്ന് 5/1. അപ്പം 4x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സിന്റെ വാല്യൂ 350 minus 20 330 കിട്ടും. അപ്പം ഹൗ മെനി കാൻഡിഡേറ്റ്സ് ഹാഡ് അപ്ലൈഡ് ഫോർ ദ പ്രോസസ് എന്നാണ് ചോദിക്കുന്നത്. 5xന്റെ വാല്യൂ ആണ് അറിയേണ്ടത്. 5x is equal to 330 into 5 1650. ഓക്കെ, അപ്പൊ ഇതോടെ ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും കീപ് ലേണിംഗ്.